ഹായ് മക്കളെ, ഞാൻ സൈലത്തിലെ ഇംഗ്ലീഷ് എഡ്യൂക്കേറ്റർ മുഹമ്മദ് ഫാരിസ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുൻപിൽ എത്തിയിട്ടുള്ളത് 2023 അഥവാ കഴിഞ്ഞ വർഷം വിമൺ പ്രിസൺ ഓഫീസറിൽ ചോദിച്ച വളരെ സൂപ്പർ 10 ക്വസ്റ്റ്യനുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ എത്തിയിട്ടുള്ളത്. ആ ചോദ്യം ഞാനിങ്ങനെ പരിശോധിച്ചപ്പോൾ വളരെ സ്റ്റാൻഡേർഡ് ചോദ്യമായിരുന്നു. അപ്പൊ ഇനിയും ഒരുപാട് LDC പരീക്ഷകൾ നടക്കാനുണ്ട് പല ജില്ലകളിലും. അപ്പൊ ഇതേ പാറ്റേൺ PSC സ്വീകരിച്ചാൽ നിങ്ങൾക്കത് ഉപകാരമാകും എന്നുള്ള ആലോചിച്ചിട്ടാണ് ഞാൻ നിങ്ങളുടെ മുൻപിൽ എത്തിയിട്ടുള്ളത്. അപ്പൊ എല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടി ഈ 10 ചോദ്യത്തിന്റെ എക്സ്പ്ലനേഷൻ ഒന്ന് എന്ത് ചെയ്യുക, വളരെ വ്യക്തമായിട്ടൊന്ന് കേൾക്കുക. അതൊക്കെ ഒന്ന് നോട്ട് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഒക്കെ ഒന്ന് എന്ത് ചെയ്യുക, വിശദമായിട്ടൊന്ന് നോട്ട് എഴുതി വെക്കുക കേട്ടോ. അപ്പൊ നമ്മൾ ക്ലാസ്സിലോട്ട് പോവാണ്. ഒന്നാമത്തെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോങ്ലി സ്പെൽറ്റ് വേർഡ് കണ്ടെത്താനാണ് ഇവിടെ പറഞ്ഞത്. റോങ്ലി സ്പെൽറ്റ് വേർഡ് കണ്ടെത്താനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. റോങ്ലി സ്പെൽറ്റ് വേർഡ്. അപ്പൊ പലപ്പോഴും പല കുട്ടികളും പറയാറുണ്ട്, സാറേ ഞാൻ ആ ചോദ്യം ശ്രദ്ധിച്ചില്ല, ഞാൻ ശരിയായ സ്പെല്ലിങ് കണ്ടെത്താനാണ് പറഞ്ഞെന്ന് വിചാരിച്ച് ശരിയായത് തന്നെ ആദ്യം തന്നെ ബബിൾ ചെയ്തു. അങ്ങനൊന്നുമല്ല, ചോദ്യം നന്നായിട്ട് വായിക്കണം. ഇവിടെ 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. അതിൽ തെറ്റായ സ്പെല്ലിങ്ങോട് കൂടിയുള്ള ഒരു പദമാണുള്ളത്. അത് കണ്ടെത്താനാണ് ഇവിടെ പറഞ്ഞത്. അപ്പൊ നോക്ക്, ഓപ്ഷൻ എ ഹിലാരിയസ് ഉണ്ട്, ഓപ്ഷൻ ബി ഹിലാരിയസ് ഉണ്ട്, ഓപ്ഷൻ സി ഷോവിലി ഉണ്ട്, ഓപ്ഷൻ ഡി സ്ക്വാലർ ഉണ്ട്. സ്കോലർ എന്ന് പറയാം. അപ്പൊ നോക്കൂ, ഹിലാരിയസ്, ഓപ്ഷൻ എ ഹിലാരിയസ് ശരിയാണ്. തെറ്റായത് കണ്ടെത്താനാ പറഞ്ഞത്. അപ്പൊ ഓപ്ഷൻ എ ശരിയാണ്. അതേപോലെ തന്നെ ഓപ്ഷൻ സി എന്നുള്ളത് ഷോവിലി എന്നുള്ളതും ശരിയാണ്. ഓപ്ഷൻ ഡി സ്കോലർ എന്നുള്ളതും ശരിയാണ്. അപ്പൊ ഇതിൽ തെറ്റായത് നമുക്ക് ആദ്യം തന്നെ നമുക്ക് എടുത്ത് കാണിക്കാം. ഹിലാരിയസ്, ഓപ്ഷൻ ബി ആണ് ഇവിടെ തെറ്റ്. അതായത് ഹിലാരിയസിന് 2 L വേണ്ട, 1 L മതി. HILARIOUS എന്നാണ് ഹിലാരിയസിന്റെ സ്പെല്ലിങ്. ഓപ്ഷൻ ബി പരിശോധിക്കുമ്പോൾ 2 L വന്നിട്ടുണ്ട്. അതാണ് അവിടെ പ്രശ്നം. നമ്മളത് ശ്രദ്ധിക്കാതെ പോകാറുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക. ചോദിച്ചാൽ അത് എഴുതി വെക്കുക. യെസ് ഓർ നോ. അപ്പൊ ഇവിടെ നോക്കി, ഹിലാരിയസ്, ആദ്യത്തെ ഹിലാരിയസിന്റെ അർത്ഥം എന്താ? ആദ്യത്തെ ഹിലാരിയസിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ആഹ്ലാദഭരിതമായ എന്നാണ്. ആഹ്ലാദഭരിതമായ എന്നുള്ള ഒരു മീനിങ് ആണ് ആദ്യത്തെ ഹിലാരിയസിന്റെ അർത്ഥം. അതേപോലെ തന്നെ ഷോലി എന്നതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇമ്പമായി എന്നുള്ള മീനിങ് ആണ്. ഇമ്പമായി എന്നുള്ള മീനിങ് ആണ്. അതേപോലെ തന്നെ ഓപ്ഷൻ ഡി ആയ സ്കോലറിന്റെ മീനിങ് എന്നുള്ളത് വൃത്തികേട് എന്നാണ്. വൃത്തികേട് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഈ സ്കാലർ എന്ന് കണ്ടു കഴിഞ്ഞാൽ ഇനിയും എന്ത് ചെയ്യണ്ട, പേടിക്കണ്ട. വൃത്തികേട് എന്നുള്ള മീനിങ് ആണ് സ്കാലറിനുള്ളത്. ഷ്വാലി എന്നുള്ളതിന് ഇമ്പമായി എന്നുള്ളതാണ്. ഹിലാരിയസിന് 1 L ഉള്ളൂ. അത് ആഹ്ലാദഭരിതമായ എന്നുള്ള മീനിങ് ഒക്കെയാണ് അതിന് വരുന്നത്. അപ്പൊ ഒന്നാമത്തെ ഉത്തരം നമ്മുടെ ഓപ്ഷൻ ബി ആണ്. അപ്പോ ചിലപ്പോ നമുക്കിനി വരാനിരിക്കുന്ന LDC പരീക്ഷയിൽ ചുവടെ തന്നതിൽ ശരിയായ സ്പെല്ലിംഗ് ഉള്ള പദം ഏത്, അല്ലെങ്കിൽ തെറ്റായ സ്പെല്ലിംഗ് ഉള്ള പദം ഏത് എന്നൊക്കെ ചോദിക്കാറുണ്ട്. ചോദ്യം നന്നായിട്ട് ശ്രദ്ധിക്കണം. ഇനി രണ്ടാമത്തെ ചോദിച്ചത് കോൺകോഡ് എന്ന ടോപ്പിക്കാണ്. കോൺകോഡ് നമുക്കറിയാം വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ടോപ്പിക്കാണ് കോൺകോഡ്. സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ്. എന്താണ് ഈ സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ് എന്ന് പറഞ്ഞാല്? സിംഗുലർ സബ്ജക്റ്റ് ടേക്സ് എ സിംഗുലർ വെർബ്, പ്ലൂരൽ സബ്ജക്റ്റ് ടേക്സ് എ പ്ലൂരൽ വെർബ്. ഏകദേശം 10-23ഓളം റൂൾസ് കോൺകോഡിനുണ്ട്. അതിൽ ഏത് റൂൾസും എന്ത് ചെയ്യാം, ഏത് റൂളും PSC ചോദിച്ചേക്കാം. ഇവിടെ വന്നത് ഈച്ച് വൺ ഓഫ് യു ഡാഷ് സ്പെഷ്യൽ എന്നാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഇത്ര കാര്യമുള്ളൂ. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈച്ച്, അതേപോലെ തന്നെ എവരി, അതേപോലെ തന്നെ നെയ്തർ. ഇതിന്റെ കണക്റ്റഡ് ഫാക്റ്റ് ആണ്. അതേപോലെ തന്നെ എയ്തർ. ഇതിനോട് ചേർന്നിട്ട് സിംഗുലർ നൗൺ ആണ് വരിക. സിംഗുലർ നൗണ്. പിന്നെ നമ്മൾ കൊടുക്കേണ്ടത് സിംഗുലർ വെർബാണ്. സിംഗുലർ വെർബ് SV എന്ന് പറഞ്ഞാൽ ഷോർട്ട് ഫോം ഓഫ് സിംഗുലർ വെർബ്. അപ്പൊ ഈച്ച് ഒറ്റക്ക് വന്നാല്, എവരി ഒറ്റക്ക് വന്നാല്, നെയ്തർ ഒറ്റക്ക് വന്നാല്, എയ്തർ ഒറ്റക്ക് വന്നാല് അതിനോട് ചേർന്ന് വരേണ്ടത് സിംഗുലർ നൗൺ ആണ്. ബഹുമാനമുള്ള കുട്ടികളെ, അതിനോട് ചേർന്ന് വരേണ്ടത് സിംഗുലർ നൗൺ ആണ്. പിന്നെ അതിനോട് ചേർന്നിട്ട് വരേണ്ടത് സിംഗുലർ വെർബാണ്. എന്നാൽ ഇതിനോട് ചേർന്നിട്ട് ഓഫ് വന്നാല്, ഇതിനോട് ചേർന്നിട്ട് ഓഫ് വന്നു കഴിഞ്ഞാൽ, എന്ത് വന്നു കഴിഞ്ഞാൽ? ഓഫ് വന്നു കഴിഞ്ഞാൽ, ഇവിടെ ഞാനിതൊന്ന് ജസ്റ്റ് ഒന്ന് വായിക്കുകയാണ്, നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇതിനോട് ചേർന്നിട്ട് ഓഫ് വന്നു കഴിഞ്ഞാൽ നമ്മൾ പ്ലൂരൽ നൗണ് കൊടുക്കണം. എപ്പോഴും ശ്രദ്ധിക്കുക, പ്ലൂരൽ നൗണും സിംഗുലർ വെർബുമാണ് കൊടുക്കേണ്ടത്. അപ്പൊ ഒന്നുകൂടെ പറയാം, ഈച്ച്, എവരി, നെയ്തർ, എയ്തർ ഇതിനോട് ചേർന്നിട്ട് സിംഗുലർ നൗൺ ആണ് വരേണ്ടത്. എന്നാൽ സിംഗുലർ നൗണ് കഴിഞ്ഞിട്ട് സിംഗുലർ വെർബ് തന്നെ വരണം മക്കളെ. എന്നാൽ ഇതിനോട് ചേർന്നിട്ട് ഓഫ് വന്നാൽ, അഥവാ ഈച്ച് ഓഫ്, എവരി വൺ ഓഫ്, നെയ്തർ ഓഫ്, എയ്തർ ഓഫ് അങ്ങനെ വന്നാൽ പ്ലൂരൽ നൗണ് കൊടുത്തിട്ട് സിംഗുലർ വെർബ് കൊടുക്കണം. സിംഗുലർ വെർബ്. ഇവിടെ നോക്കൂ, ഈച്ച് വൺ ഓഫ്, കണ്ട ഈച്ച് വൺ ഓഫ് എന്നാ വന്നത്. ഈച്ച് വൺ ഓഫ് എന്ന് വന്നാൽ ഇവിടെ സിംഗുലർ വെർബാണ് വരിക.
ഇവിടെ യു എന്നുള്ളത് ഒരു പ്ലൂരൽ നൗൺ ആണ്. യു പ്ലൂരൽ നൗൺ ആണ്. അപ്പൊ ഈച്ച് വൺ ഓഫിന്റെ കൂടെ യു എന്നൊരു പ്ലൂരൽ പ്രോനൗൺ വന്നു. പ്ലൂരൽ പ്രോനൗൺ വന്നില്ലേ? അപ്പൊ നമ്മൾ സിംഗുലർ വെർബാണ് കൊടുക്കേണ്ടത്. അപ്പൊ നമുക്ക് ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാം. ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്താൽ ആറ് പ്ലൂരൽ ആണ്, ഹാവ് പ്ലൂരൽ ആണ്, വേർ പ്ലൂരൽ ആണ്. അപ്പൊ നമ്മുടെ ഒരേ ഒരു ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ഈസ് ആണ്. ഇത്രേ ഉള്ളൂ. ഈച്ച് വൺ ഓഫ് യു ഈസ് സ്പെഷ്യൽ എന്നുള്ള ഉത്തരമാണ്. പല ആൾക്കാരും ചിന്തിക്കും യുവിന്റെ കൂടെ ഈസ് വരുമോ, യുവിന്റെ കൂടെ ഈസ് വരുമോ? സാധാരണഗതിയിൽ യു ഈസ് എന്ന് പറയൂല. യു ആർ, യു വേർ, യു ഹാവ് എന്നാണ് പറയുക. അതിൽ എനിക്ക് തർക്കമില്ല, നിങ്ങൾക്ക് തർക്കം വേണ്ട. പക്ഷേ ഈ യു ആരോട് ചേർന്നിട്ടാ വന്നത്? ഈച്ച് വൺ ഓഫ്, ഈച്ച് ഓഫ് യു, ഈ എവറി വൺ ഓഫ് യു, നെയ്തർ ഓഫ് യു, എയ്തർ ഓഫ് യു എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അവിടെ യുവിനെ മൈൻഡ് ചെയ്യേണ്ട, സിംഗുലർ വെർബേ കൊടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ഉത്തരം ഈസ് ആണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട ഈ ചോദ്യം നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. നോക്കൂ, ഈ ചോദ്യം ശരിക്കും ശ്രദ്ധിച്ചോളൂ. ഈ രണ്ടാമത്തെ ഒരു ചോദ്യമായിട്ട് ഞാൻ നിങ്ങൾക്ക് എക്സ്ട്രാ തരികയാണ്. നെയ്തർ ഡാഷ് ഫിറ്റ്, നെയ്തർ ഡാഷ് ഫിറ്റ്. ഇവിടെ നെയ്തർ മാത്രമേ ഉള്ളൂ. ഓപ്ഷൻ എ പ്ലെയേഴ്സ്, പ്ലെയേഴ്സ് ഈസ്. ഓപ്ഷൻ ബി പ്ലെയർ ഈസ്. ഇതിലേതാ വരിക? നെയ്തർ ഒറ്റയ്ക്ക് ഉള്ളൂ. നെയ്തർ ഒറ്റയ്ക്ക് വരുമ്പോൾ സിംഗുലർ നൗണും സിംഗുലർ വെർബുമാണ് വരേണ്ടത്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ആൻസർ ആയിട്ട് നെയ്തർ പ്ലെയർ ഈസ് ഫിറ്റ് എന്നാണ് പറയാം. നെയ്തർ പ്ലെയർ ഈസ് ഫിറ്റ്. നെയ്തർ പ്ലെയേഴ്സ് എന്ന് പറയാൻ പാടില്ല. നെയ്തർ പ്ലെയേഴ്സ് എന്ന് വരണമായിരുന്നെങ്കിൽ നെയ്തർ ഓഫ് പ്ലെയേഴ്സ് ഈസ് ഫിറ്റ് എന്ന് വരണമായിരുന്നു. ഇവിടെ നെയ്തർ കഴിഞ്ഞിട്ട് ഓഫ് ഇല്ല. അപ്പൊ സിംഗുലർ നൗണും സിംഗുലർ വെർബും കൊടുത്താൽ മതി. മനസ്സിലായി എന്ന് കരുതുന്നു. ഇത് PSC ഒരുപാട് തവണ ചോദിക്കാറുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കാൻ, നോട്ട് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളൂ. ഇനി മൂന്നാമത്തെ ഒരു ചോദ്യം എന്താണ്? ചൂസ് ദ ബെസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫ്രം ദ ഗിവൺ ഓപ്ഷൻ. എ ഡ്രീമി സ്റ്റേറ്റ്. ഈ ഡ്രീമി സ്റ്റേറ്റ് എന്ന അതേ അർത്ഥം വരുന്ന വേറൊരു പദം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനാണ് പറയുന്നത്. ഓപ്ഷൻ എ ഡെലിറിയസ് ഉണ്ട്, ഓപ്ഷൻ ബി ഡിക്റ്റം ഉണ്ട്, ഓപ്ഷൻ സി ഡിസ്ഡൈൻ ഉണ്ട്, ഓപ്ഷൻ ഡി ഡിപ്ലീഷൻ ഉണ്ട്. അപ്പൊ ഈ ഡ്രീമി സ്റ്റേറ്റ്, അതായത് ഡ്രീമി സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വപ്നം കാണാൻ ഒരു ഡ്രീമി സ്റ്റേറ്റ് ആണ്. നമ്മളൊരു ഡ്രീമി സ്റ്റേറ്റ് ആണെന്ന് പറഞ്ഞാൽ ഉന്മത്തമായ ഒരു അവസ്ഥയാണ്. ഒരു ഉന്മത്തമായ അവസ്ഥ, അതായത് ആര് എന്ത് പറഞ്ഞാലും കേൾക്കാത്ത, അല്ലെങ്കിൽ നമ്മൾ വേറെ എന്തോ ഒരു ലോകത്ത്, വേറൊരു ലോകത്ത്. പറഞ്ഞു മനസ്സിലായ? പണ്ട് സലീം കുമാർ പറഞ്ഞ മാതിരി ഇതടിച്ചിട്ട് ബ്യൂട്ടിഫുൾ പീപ്പിൾ ചിങ്കിൾ ചിങ്കിൾ ലിറ്റിൽ സ്റ്റാർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഏതോ ഒരു സിനിമയിലെ തിളക്കത്തിൽ സലീം കുമാർ പറഞ്ഞില്ലേ, അതൊരു ഡ്രീമി സ്റ്റേറ്റ് ആണ്. ആര് എന്ത് പറഞ്ഞ് നമ്മൾ മറ്റൊരു അവസ്ഥയിലേക്ക് മാറുക, മറ്റൊരു രീതിയിലോട്ട് നമ്മൾ മാറുക, അതിനാണ് ഡ്രീമി സ്റ്റേറ്റ് എന്ന് പറയാം. ആ ഡ്രീമി സ്റ്റേറ്റിന് യെസ് ഓർ നോ, ആ ഡ്രീമി സ്റ്റേറ്റിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ഒരു പദം ഇതിന് കണ്ടെത്താനാണ് പറഞ്ഞത്. ഒന്ന് നോട്ട് ചെയ്ത് വെക്കണേ. നമുക്ക് വരാനിരിക്കുന്ന LDC പരീക്ഷകൾക്ക് ഏതെങ്കിലും ജില്ലയിൽ വന്നാൽ കിട്ടിയില്ല ഒരു മാർക്ക്. അപ്പൊ ഡെലിറിയസ്, ഡിക്റ്റം, ഡിസ്ഡൈന്, ഡിപ്ലീഷൻ. അപ്പൊ ഇതിന്റെ ഉത്തരമായിട്ട് പരിഗണിക്കപ്പെടുന്നത് ഓപ്ഷൻ എ ആണ്. അപ്പൊ ഓപ്ഷൻ എ എന്താണ്? ഡിക്റ്റം എന്നതിന്റെ, ഓപ്ഷൻ ബി ഡിക്റ്റം എന്നതിന്റെ അർത്ഥം എന്താണ് നമ്മളൊന്ന് പരിശോധിക്കാം. നമ്മുടെ ഉത്തരം ഓപ്ഷൻ എ ആണ്, ഡെലിറിയസ്. അപ്പൊ ഓപ്ഷൻ ബി ആയ ഡിക്റ്റം എന്നതിന്റെ അർത്ഥം വിധിവാചകം എന്നുള്ള മീനിങ് ആണ്, വിധിവാചകം. അപ്പോ ഡ്രീമി സ്റ്റേറ്റിന് അത് അനുകൂലമല്ല. ഓപ്ഷൻ ബി നമ്മൾ വെട്ടി. പിന്നെ നമ്മളുടെ ഡിസ്ഡൈൻ ഉണ്ട്. ഡിസ്ഡൈന് ഇതിന്റെ അർത്ഥം നിന്ദിക്കുക എന്നുള്ള മീനിങ് ആണ്, നിന്ദിക്കുക എന്നുള്ള മീനിങ് ആണ്. അപ്പൊ ഓപ്ഷൻ സിയും വെട്ടി. അതേപോലെ തന്നെ ഓപ്ഷൻ ഡി ഡിപ്ലീഷൻ. ഡിപ്ലീഷന് നമ്മുടെ മീനിങ് ഒഴിവാക്കൽ എന്നാണ്, ഒഴിവാക്കൽ, ഒഴിവാക്കൽ എന്നാണ് ഡിപ്ലീഷൻ. അപ്പൊ ഓപ്ഷൻ ഡിയും തെറ്റി. അപ്പൊ ഡെലിറീഷൻ എന്താണ്? ഡെലിറീഷൻ അല്ല, ഡെലിറിയസ് എന്നുള്ളതാണ്. ഉന്മത്തമായ എന്നാണ് മീനിങ്, ഉന്മത്തമായ, ഉന്മത്തമായ എന്നാണ് മീനിങ്. അപ്പൊ ഡ്രീമി സ്റ്റേറ്റിന് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള ഇവിടെ വന്നതിൽ എന്താണ്? ഡെലിറിയസ് എന്നുള്ള പദം നമുക്ക് മാച്ച് ആവും എന്ന് മനസ്സിലാക്കുക. ഇനി നാലാമത്തെ ചോദ്യം ഫ്രേസൽ വെർബ് എന്നാണ്. ഷീ കാണ്ട് ഡാഷ് ഹർ ഹസ്ബൻഡ് എനി ലോങ്ങർ. ഷീ കാണ്ട് ഡാഷ് ഹർ ഹസ്ബൻഡ് എനി ലോങ്ങർ. പുട്ട് ഓൺ ഉണ്ട്, പുട്ട് ഔട്ട് ഉണ്ട്, പുട്ടപ്പ് ഉണ്ട്, പുട്ടപ്പ് വിത്ത് ഉണ്ട്. നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും പുട്ടപ്പ് വിത്താണ്. എന്തുകൊണ്ടാണ് പുട്ടപ്പ് വിത്ത്? പുട്ടപ്പ് വിത്ത് എന്ന് പറഞ്ഞാൽ ടോളറേറ്റ് ആണ്. ടോളറേറ്റ്, ടോളറേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹിക്കാൻ കഴിയുന്നില്ല. അവൾക്ക് അവളുടെ ഭർത്താവിനെ സഹിക്കാൻ കഴിയില്ല. ഒന്നെങ്കിൽ വെറുപ്പിക്കണ സ്വഭാവം, അല്ലെങ്കിൽ മുരടൻ സ്വഭാവം, അങ്ങനത്തെ ഒരു സ്വഭാവമുള്ള ഒരു ഭർത്താവാണ്. അപ്പൊ ഷീ കാന്റ് പുട്ട് അപ്പ് വിത്ത് ഹർ ഹസ്ബൻഡ് എനി ലോങ്ങർ. സഹിക്കാനേ കഴിയുന്നില്ല. അപ്പൊ ഇവിടുത്തെ ഉത്തരം എന്താണ്? പുട്ട് അപ്പ് വിത്ത് ആണ്. അപ്പൊ നമുക്കറിയാം എപ്പോഴും നമ്മൾ പറയുന്നത് പുട്ടോൺ. പുട്ടോൺ എന്ന് പറഞ്ഞാൽ ടു വെയർ, ധരിക്കുക എന്നുള്ളതാണ്. അപ്പൊ എ വെട്ടിപ്പോവും.
പുച്ച് ഔട്ട് എന്ന് പറഞ്ഞാൽ എക്സ്റ്റിങ്യൂഷ് എന്നാണ്. എക്സ്റ്റിങ്യൂഷ്, തീ അണക്കുക, വെട്ടിപ്പോവും. ഓപ്ഷൻ ബി വെട്ടിപ്പോവും. തിരുവനന്തപുരം ജില്ലയിലെ എക്സ്റ്റിങ്യൂഷ് മലയാള ഭാഗത്ത് ചോദിച്ചു. എക്സ്റ്റിങ്യൂഷ് മലയാള ഭാഗത്ത് ചോദിച്ചു. എന്താണ് പുച്ച് ഔട്ട് എന്ന് ചോദിച്ചു. അണക്കുക എന്നുള്ളതായിരുന്നു മലയാള ഭാഗത്ത് വന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. പിന്നെ പുച്ചപ്പ് എന്നുള്ളത് സ്റ്റേ എന്നാണ്. സ്റ്റേ, വേർ യു പുച്ചപ്പ്. ഇംഗ്ലീഷുകാരൊക്കെ കൂടുതൽ ഫ്രേസൽ വെർബ് ഉപയോഗിക്കുക. വേർ യു പുച്ചപ്പ്, ഇങ്ങനെ അന്തം വിട്ടിരിക്കേണ്ട. വേർ യു പുച്ചപ്പ് എന്ന് പറഞ്ഞാൽ എവിടെ താമസം എന്നാണ്. അതേപോലെ തന്നെ സ്റ്റേ എന്ന അർത്ഥമുണ്ട്. അതേപോലെ തന്നെ ബിൽഡ് എന്ന അർത്ഥമുണ്ട്. ബിൽഡ് എന്ന അർത്ഥമുണ്ട്. നിർമ്മിക്കുക എന്നുള്ള അർത്ഥത്തിനും പുച്ചപ്പ് എന്ന് പറയും. അതേപോലെ സ്റ്റേ എന്ന അർത്ഥത്തിനും എന്താണ് പുച്ചപ്പ് എന്ന് പറയാറുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും മാച്ച് പുച്ചപ്പ് വിത്ത് ആണ്. ആ ചോദ്യത്തിന്റെ കോൺസെപ്റ്റ് നോക്കുമ്പോൾ പുച്ചപ്പ് വിത്ത് ആണ് നമ്മുടെ ആൻസർ. ഇനി അഞ്ചാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ കൺഫ്യൂസിങ് വേർഡിൽ നിന്നുള്ള ഒരു ചോദ്യമാണ്. കൺഫ്യൂസിങ് വേർഡ്. ഷീ കുഡിന്റ് ഡാഷ് ടു ദ ന്യൂ സർക്കംസ്റ്റാൻസസ്. അവള് പുതിയൊരു കാര്യത്തിന് അവൾക്ക് ഡാഷ് ആക്കാൻ കഴിയുന്നില്ല എന്നാണ്. ആക്സീഡ് ഉണ്ട്, അഡാപ്റ്റ് ഉണ്ട്, അഡാപ്റ്റ് ഉണ്ട്. ഉത്തരമായിട്ട് പരിഗണിക്കുക എന്നുള്ളത് അഡാപ്റ്റ് ആണ്. അഡാപ്റ്റിന്റെ മീനിങ് എന്താന്ന് വെച്ചാൽ യോജിച്ചതാക്കുക എന്നാണ് മീനിങ്. യോജിച്ചതാക്കുക. ഒരു സാഹചര്യം നമ്മൾ യോജിച്ചതാക്കുക, അതിനാണ് നമ്മൾ അഡാപ്റ്റ് എന്ന് പറയാം. അഡാപ്റ്റ് എന്ന ഒരു സാഹചര്യം യോജിച്ചതാക്കുന്നതിനാണ് നമ്മൾ അഡാപ്റ്റ് എന്ന് പറയാം. അഡപ്റ്റ് എന്ന് പറഞ്ഞാൽ എക്സ്പേർട്ട് ആണ്. എക്സ്പേർട്ട് എന്നുള്ളതാണ്. ഇപ്പൊ ഞാൻ നല്ല ചിത്രം എന്റെ ചിത്രമേനയിൽ വരയിൽ ഞാൻ ഭയങ്കര സംഭവമാണെങ്കിൽ എന്താണ് അഡപ്റ്റ് ആണ്. ഇനി വേറെന്തെങ്കിലും സ്കിൽ ഉണ്ടെങ്കിൽ ഞാൻ അതിലൊക്കെ അഡപ്റ്റ് ആണ്. ADEPT അത് എക്സ്പേർട്ട് ആണ്. ADAPT എന്നുള്ളത് എന്താണ് യോജിച്ചതാക്കി. എത്ര വലിയ ദുർഘടം നിറഞ്ഞ അവസ്ഥയാണെങ്കിലും എത്ര പ്രയാസമുള്ള അവസ്ഥയാണെങ്കിലും നമ്മൾ അത് ജീവിതത്തോട് യോജിച്ചതാക്കി മാറ്റുക, അതാണ് അഡാപ്റ്റ് എന്നുള്ളത്. പിന്നെ അഡോപ്റ്റ് ഉണ്ട്. അഡോപ്റ്റ് എന്ന് പറഞ്ഞാൽ ദത്തെടുക്കുക എന്നാണ്. അതുകൊണ്ടാണ് ബിയും സിയും വെട്ടിപ്പോയത്. പിന്നെ ആക്സീഡ് ഉണ്ട്. ആക്സീഡ് എന്ന് പറഞ്ഞാൽ അംഗീകരിക്കുക എന്നാണ്. അംഗീകരിക്കുക. അപ്പൊ ഓപ്ഷൻ എയും വെട്ടിപ്പോയി. അങ്ങനെ ഇവിടെ നമ്മുടെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഇനി ഓപ്ഷൻ ഡി വെച്ചൊന്ന് പറഞ്ഞു നോക്ക്. ഷീ കുഡന്റ് അഡാപ്റ്റ് ടു ദ ന്യൂ സർക്കംസ്റ്റാൻസസ് എന്നാണ്. അവൾക്ക് പുതിയ സാഹചര്യത്തെ അവൾക്ക് എന്തിനു സാധിച്ചില്ല, യോജിച്ചതാക്കാൻ സാധിച്ചില്ല എന്നാണ് അവിടെ പറയുന്നത്. ഇനി ആറാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ ഒരു ഇഡിയമാണ്. ഈ ഇഡിയം ഒന്ന് നോട്ട് ചെയ്ത് വെക്കണേ. ചിലപ്പോൾ ചോദിച്ചേക്കാം. ഒരു PYക്കാണ്. പല ഇഡിയമും PYക്ക് ആയിട്ട് തന്നെ വരാറുണ്ട്. ഇപ്പൊ ഈ അടുത്ത് നടന്ന ഇഡിയംസ് ഒക്കെ ചോദിച്ചത് PYQ ആണ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ വളരെ നന്നാവും. സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് മീനിങ് ഓഫ് ദ ഗിവൺ ഇഡിയം. എന്താണ് എ ഹാർഡ് നട്ട് ടു ക്രാക്ക് എന്ന ഇഡിയമിന്റെ മീനിങ് എന്താണ്? എ സിമ്പിൾ പ്രോബ്ലം അല്ല, ആൻ ഇൻട്രസ്റ്റിംഗ് പ്രോബ്ലം അല്ല, എ ക്രാക്കബിൾ സിറ്റുവേഷൻ അല്ല, എ ഡിഫിക്കൽട്ട് പ്രോബ്ലത്തെയാണ് നമ്മൾ എ ഹാർഡ് നട്ട് ടു ക്രാക്ക് എന്ന് പറയാം. എ ഹാർഡ് നട്ട് ടു ക്രാക്ക്. 2023 കഴിഞ്ഞ വർഷം വിമൺ പ്രിസൺ ഓഫീസറിൽ വന്ന ചോദ്യമാണ് എ ഹാർഡ് നട്ട് ടു ക്രാക്ക്. ഇനി വരാനിരിക്കുന്ന ഏതെങ്കിലും ജില്ലയില് ചോദിക്കാൻ വളരെ വലിയ ചാൻസ് ഉള്ള ഇഡിയമാണ്. ഞാൻ എടുത്തു പറയുന്നു, കണ്ടാൽ ഓർമ്മിക്കണം. എ ഹാർഡ് നട്ട് ടു ക്രാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഡിഫിക്കൽട്ട് പ്രോബ്ലം എന്നാണ്. ആ ഹാർഡ് തന്നെ ഡിഫിക്കൽട്ട് ഉണ്ട് നമുക്കറിയാം. ഹാർഡ് എന്ന് പറഞ്ഞാൽ എന്താ? വിത്ത് ഗ്രേറ്റ് എഫേർട്ട് എന്നല്ല, വിത്ത് ഗ്രേറ്റ് എഫേർട്ട് അല്ലേ? അപ്പൊ എ ഡിഫിക്കൽട്ട് പ്രോബ്ലം എന്നുള്ള ഒരു മീനിങ് ആണ് ആ ഇഡിയമിന് വരിക. ഏഴാമത്തെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിപ്പോർട്ടഡ് സ്പീച്ച് ആണ്. റിപ്പോർട്ടഡ് സ്പീച്ച് നമുക്ക് എങ്ങനെ മനസ്സിലായത്? റിപ്ലൈഡ് ദാറ്റ് എന്ന് കണ്ടു. കണ്ട, സെഡ് ദാറ്റ്, ടോൾഡ് മീ ദാറ്റ്, ടോൾഡ് ദാറ്റ്, റിപ്ലൈഡ് ദാറ്റ്, ഇങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത് റിപ്പോർട്ടഡ് സ്പീച്ച് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം. റിപ്പോർട്ടഡ് സ്പീച്ചില് ഷീ വുഡ് കംപ്ലീറ്റഡ് ദ വർക്ക്. എന്താണ്? ഷീ വുഡ് കംപ്ലീറ്റഡ് ദ വർക്ക് വിച്ച് ഈസ് ദ ഇൻകറക്റ്റ് വേർഡ് ഇൻ ദ സെന്റൻസ്. കാരണം ഒരു റിപ്പോർട്ട് സ്പീച്ച് PSC നിങ്ങൾക്ക് തന്ന് അതിൽ തെറ്റായ ഭാഗം ഏതാണെന്ന് പറയാം. അപ്പോൾ നോക്ക്, റിപ്പോർട്ട് സ്പീച്ച് ആകുമ്പോൾ ബഹുമാനമുള്ള കുട്ടികളെ, വില്ലിനെ നമ്മൾ വുഡ് ആക്കണം. ആർക്കത് അറിയാത്തത്? ഷാളിനെ നമ്മൾ ഷുഡ് ആക്കണം. ആർക്കാണ് അത് അറിയാത്തത്? ക്യാനിനെ നമ്മൾ കുഡ് ആക്കണം. ആർക്കാണ് അത് അറിയാത്തത്? മേയെ നമ്മൾ മൈറ്റ് ആക്കണം. ആർക്കതിനെ അറിയാത്തത്? മസ്റ്റ് നമ്മൾ ഹാഡ് ടു ആക്കണം. ഹാഡ് ടു. മനസ്സിലായോ? അപ്പോ റിപ്പോർട്ടഡ് ഇൻഡയറക്ട് സ്പീച്ചിൽ വില്ല് എന്ന് വരാൻ പാടില്ല, വില്ലിനെ വുഡ് ആക്കണം. ഇൻഡയറക്ട് സ്പീച്ചിൽ ഷാളി എന്ന് വരാൻ പാടില്ല, ഷാളിനെ ഷുഡ് ആക്കണം. ഇൻഡയറക്ട് സ്പീച്ചിൽ ക്യാനി എന്ന് വരാൻ പാടില്ല, ക്യാനിനെ കുഡ് ആക്കണം. ഇൻഡയറക്ട് സ്പീച്ചിൽ മേ എന്ന് വരാൻ പാടില്ല, മേ നമ്മൾ മൈറ്റ് ആക്കണം.
ഇൻഡയറക്റ്റ് സ്പീച്ചിൽ മസ്റ്റ് എന്ന് വരാൻ പാടില്ല. മസ്റ്റിനെ നമ്മൾ ഹാഡ് ടു ആക്കണം. അതിനുശേഷം വരേണ്ട വെർബ് V1 ആണ്. V1. വില്ലിനെ വുഡാക്കിയതിനു ശേഷം V1, ഷാളിനെ ഷുഡാക്കിയതിനു ശേഷം V1, അതേപോലെ മേനെ മൈറ്റാക്കിയതിനു ശേഷം V1, ക്യാനിനെ കുഡാക്കിയതിനു ശേഷം V1, മസ്റ്റിനെ ഹാഡ് ടു ആക്കിയതിനു ശേഷം V1. ഈ V1 നോൺ ഫൈനൈറ്റ് ആണ് മക്കളെ. നോൺ ഫൈനൈറ്റ് എന്ന് പറഞ്ഞാൽ ആ വെർബിനെ പിന്നെ തൊടാൻ പാടില്ല. വെർബിനെ തൊട്ടു പോകരുത്. വുഡ് പ്ലസ് V1, V1നെ ഒന്നും ചെയ്യാൻ പാടില്ല. ഷുഡ് പ്ലസ് V1, ആ V1നെ തൊടാൻ പാടില്ല. കുഡ് പ്ലസ് V1, ആ V1നെ അനക്കാൻ പാടില്ല. ആ V1 ആണ്. ആ V1നെ തൊടാൻ പറ്റാത്തതൊക്കെ നോൺ ഫൈനൈറ്റ് വേർബാണ്. ഇവിടെ നോക്കൂ, കംപ്ലീറ്റഡ് എന്നാണ്. കാരണം ഫുഡ് വന്നിട്ട് കംപ്ലീറ്റഡ് V2 ആണ്. നോൺ ഫൈനൈറ്റ് ആയ വെർബിനെ മാറ്റാൻ പാടുണ്ടോ? ഇല്ല. ടു നമുക്കറിയാം, ടുവിനോട് ചേർന്ന് V1 വരാൻ പാടുള്ളൂ. ടു പ്ലേഡ് എന്ന് പറയില്ല, ടു പ്ലേ എന്നാണ് പറയാ, അല്ലേ? ഇതെല്ലാവർക്കും അറിയണല്ലേ. ടു കെയിം എന്ന് പറയില്ല, ടു കം എന്നാണ് പറയാ. അപ്പൊ ആ ടു കം എന്നുള്ളത് ഒരു നോൺ ഫൈനൈറ്റ് ആണ്. ആ വെർബിനെ ആ വെർബിൽ കളിക്കാനേ പാടില്ല, ഒന്നും ചെയ്യാൻ പാടില്ല. അപ്പൊ ഇവിടെ നമ്മുടെ തെറ്റ് എന്ന് പറയുന്നത് ഓപ്ഷൻ സിയിലാണ് നമ്മുടെ തെറ്റുള്ളത്. ഓപ്ഷൻ സിയിൽ ഷീ വുഡ് കംപ്ലീറ്റഡ് ദ വർക്ക് എന്ന് പറയില്ല, ഷീ വുഡ് കംപ്ലീറ്റ് ദ വർക്ക്. അവിടെ വില്ല് വുഡ് ആയാൽ മാത്രം മതി. കംപ്ലീറ്റഡ് എന്ന് പറയില്ല, കംപ്ലീറ്റ് ദ വർക്ക് എന്ന് പറഞ്ഞാൽ മതി. ഇതാണ് 7ാമത്തെ ചോദ്യം. വളരെ രസകരമായിട്ട് ചോദിച്ചതാണ്. നിയമം അറിഞ്ഞാൽ ഈസി ആയിട്ട് ഒന്ന് ചെയ്യാൻ പറ്റുമായിരുന്നു. പിന്നെ ഈഫ് ക്ലോസിലെ നിയമമാണ്. നമുക്കറിയാം ഈഫ് ക്ലോസ് ഒരുപാട് വട്ടം പറഞ്ഞിട്ടുണ്ട്. ഈഫ് V1 ആയാൽ വിൽ പ്ലസ് V1, ഈഫ് V2 ആയാൽ വുഡ് പ്ലസ് V1, ഈഫ് ഹാഡ് പ്ലസ് V3 ആയാൽ വുഡ് ഹാവ് പ്ലസ് V3. എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട്? ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ട്, അല്ലാതെയും പറഞ്ഞിട്ടുണ്ട്. ഈഫ് ക്ലോസിൽ വെർബിന്റെ 1ാമത്തെ രൂപമായാൽ പ്രസന്റ് ആയാൽ മെയിൻ ക്ലോസിൽ വിൽ പ്ലസ് V1. ഈഫ് ക്ലോസിൽ വെർബിന്റെ 2ാമത്തെ രൂപമായാൽ പാസ്റ്റ് ആയാൽ മെയിൻ ക്ലോസിൽ വുഡ് പ്ലസ് V1. കാരണം നോൺ ഫൈനൈറ്റ് ആണ്, മാറ്റരുത്. ഈഫ് ക്ലോസിൽ ഹാഡ് പ്ലസ് V3 പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആയാൽ പാസ്റ്റ് പെർഫെക്റ്റ് അല്ലേ? പാസ്റ്റ് പെർഫെക്റ്റ് ആയാൽ അപ്പുറത്ത് വുഡ് ഹാവ് പ്ലസ് V3, ഷുഡ് ഹാവ് പ്ലസ് V3, അങ്ങനെ പോകും. അപ്പൊ ഇവിടെ നോക്കൂ, ഐ വുഡ് ഹാവ് ബോട്ട് എ ഗിഫ്റ്റ്. ഈഫ് ഡാഷ് എന്നാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഐ വുഡ് ഹാവ് ബോട്ട് എ ഗിഫ്റ്റ് എന്നുള്ളതാണ്. ഐ വുഡ് ഹാവ് ബോട്ട് എ ഗിഫ്റ്റ്. അപ്പൊ വുഡ് ഹാവ് പ്ലസ് V3 സമമല്ലേ ഇത് മക്കളെ? വുഡ് ഹാവ് പ്ലസ് V3 സമമല്ലേ? വുഡ് ഹാവ് പ്ലസ് V3 അല്ലേ ഇത്? അപ്പൊ ഈ ഈഫ് ക്ലോസിൽ എന്ത് പറയും? വെറും V2 പറ്റൂല, അത് തെറ്റ്. വുഡ് കോൾ എന്നുള്ള പ്രയോഗം തെറ്റില്ല, തെറ്റ്. വെറും V1 പറ്റൂല, അത് തെറ്റ്. അപ്പൊ ഹാഡ് കോൾഡ്, ഹാഡ് പ്ലസ് V3 അല്ലേ വരേണ്ടത്? ഹാഡ് കോൾഡ് ഇങ്ങനല്ലേ വരിക? അപ്പൊ നോക്കൂ, ഐ വുഡ് ഹാവ് ബോട്ട് എ ഗിഫ്റ്റ്. PS നിങ്ങൾക്ക് ഒരു മെയിൻ ക്ലോസ് തന്നു, ഈഫ് ക്ലോസ് തന്നില്ല. ആ മെയിൻ ക്ലോസ് കണ്ടിട്ട് ഈഫ് ക്ലോസിൽ വെക്കേണ്ടത് എന്താ നമുക്ക് മനസ്സിലായി. മെയിൻ ക്ലോസിൽ വുഡ് ഹാവ് പ്ലസ് V3 ആണ് വെച്ചത്. അപ്പൊ ഈഫ് ക്ലോസിൽ ഹാഡ് പ്ലസ് V3 വരണം എന്ന് ഉറപ്പായി. അങ്ങനെ വരുമ്പോ ഓപ്ഷൻ ബി ആയി. ഇഫ് യു ഹാഡ് കോൾഡ് മീ ഓൺ യുവർ ബർത്ത്ഡേ, ഇഫ് യു ഹാഡ് കോൾഡ് മീ ഓൺ യുവർ ബർത്ത്ഡേ ഐ വുഡ് ഹാവ് ബോട്ട് എ ഗിഫ്റ്റ്. അങ്ങനെ വരണം. ഇത്രയേ ഉള്ളൂ. ഇതാണ് 8ാമത്തെ ചോദ്യം. ഇനി 9ാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ ടാഗ് ആണ്. ക്വസ്റ്റ്യൻ ടാഗിന്റെ ചോദ്യമാണ്. ഐ ഓഫൺ കം. സാധാരണ നോക്കി 24 ഓക്സിലറി വെർബ് ഉണ്ട്. ഈസ്, ആം, ആർ, വാസ്, വേർ, ഹാസ്, ഹാവ്, ഹാഡ്, ഡു, ഡസ്, ഡിഡ്, ഷാള്, ഷുഡ്, ക്യാൻ, കുഡ്, വില്ല്, വുഡ്, മേ, മൈറ്റ്, ഡയർ, നീഡ്, വോട്ട്, യൂസ്ഡ്. ഇങ്ങനെ 24 ഓക്സിലറി വെർബ് ഉണ്ട്. ഓക്സിലറി വെർബ് ഉണ്ടെങ്കിൽ ആ ഓക്സിലറി വെർബ് ഇല്ലാതെ ക്വസ്റ്റ്യൻ ടാഗ് ചെയ്യാൻ പറ്റൂല എന്ന് ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്കറിയാം. വിത്തൗട്ട് ഓക്സിലറി വെർബ് വി കനോട്ട് സോൾവ് ക്വസ്റ്റ്യൻ ടാഗ്. ദാറ്റ് ഈസ് ദ പ്രിൻസിപ്പിൾ ഓഫ് ബിഹൈൻഡ് ദ ടാഗ്. ടാഗിന്റെ പ്രിൻസിപ്പിൾ അതാണ്. ഓക്സിലറി വെർബ് ഉണ്ടെങ്കിലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ടാഗ് ചെയ്യാൻ പറ്റുള്ളൂ. ആ ഓക്സിലറി വെർബ് പോസിറ്റീവ് ആയാൽ നെഗറ്റീവ് ആക്കണം, ആ ഓക്സിലറി വെർബ് നെഗറ്റീവ് ആയാൽ പോസിറ്റീവ് ആക്കണം. ഇങ്ങനെയല്ല ഇതിന്റെ നിയമം. എന്നാൽ ചില ചോദ്യങ്ങളിൽ ഓക്സിലറി വെർബിനെ കണ്ണുകൊണ്ട് കാണാൻ പറ്റൂല. അപ്പൊ അതിലൊരു മെയിൻ വെർബ് ഉണ്ടാകും. ആ മെയിൻ വെർബാണ് കുട്ടികളെ കം ഒരു മെയിൻ വെർബാണ്. ആ മെയിൻ വെർബിൽ നിന്ന് നമ്മൾ ടാഗ് എടുക്കണം. അപ്പൊ കം എന്നുള്ളത് ഒരു V1 ആണ്, കംസ് എന്നുള്ളതും V1 ആണ്. കമ്മിന്റെ ഉള്ളിൽ ഡു ആണ്, കംസിന്റെ ഉള്ളിൽ ഡസ് ആണ്. കെയിം എന്നുള്ളത് V2 ആണ്, V2 എല്ലാ V2-നുള്ളിലും ഡിഡ് ആണ്. ഇങ്ങനെയാണ് നമ്മൾ ഓക്സിലറി വെർബിനെ ആ മെയിൻ വെർബിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത്? പിരിച്ചെടുക്കേണ്ടത്. മനസ്സിലായോ? മെയിൻ വെർബ് കമ്മ്. അപ്പൊ കമ്മും കംസും V1 ആണ്.
സിംഗുലർ വെർബും പ്ലൂരൽ വെർബും. എസ് ഉള്ളതൊക്കെ സിംഗുലർ വെർബ്, എസ് ഇല്ലാത്തതൊക്കെ പ്ലൂരൽ വെർബ്. അപ്പൊ കം എന്നതിന്റെ ഉള്ളിൽ ഡു ഉണ്ട്, ഡു പ്ലസ് കം അല്ലേ. എന്നാൽ കംസിന്റെ ഉള്ളിലൊക്കെ എന്തുണ്ട്? ഡസ് ഉണ്ട്, ഡസ് പ്ലസ് കം, അങ്ങനെയല്ലേ വരിക. അപ്പൊ ഇവിടെ കം എന്നാണ്, കം V1 ആണ്, എസ് ഫോം ഇല്ല. അപ്പൊ നമ്മുടെ ആൻസർ ആയിട്ട് വരിക ഡോണ്ട് ഐ ആണ്. സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് ആയാൽ ടാഗ് നെഗറ്റീവ് ആകണം, സ്റ്റേറ്റ്മെന്റ് നെഗറ്റീവ് ആയാൽ ടാഗ് പോസിറ്റീവ് ആകണം. ഇതല്ലേ ടാഗിന്റെ ഒരു നിയമം? യെസ് ഓർ നോ? ഇതാണ് നമ്മുടെ 9ാമത്തെ ചോദ്യമായിട്ട് വന്നിട്ടുള്ളത്. ഇനി ലാസ്റ്റ് ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓപ്ഷൻസ് ആർ മോസ്റ്റ് സിമിലർ ഇൻ മീനിങ് ടു ദ വേർഡ് പെൻസീവ്ലി? പെൻസീവ്ലിന്റെ സിനോണിംസ് ഏതൊക്കെ എന്നാണ്. പെൻസീവ്ലി ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. പെൻസീവ്ലി എന്ന് പറഞ്ഞാൽ എന്താ? പെൻസീവ്ലി എന്ന് പറഞ്ഞാൽ പെൻസീവ്ലിയുടെ അർത്ഥം ആ പരീക്ഷാ ഹാളിൽ നിന്ന് അറിഞ്ഞ ഒരു കുട്ടിക്ക് മാത്രമേ ഇതിന്റെ ഉത്തരം എഴുതി വരാൻ പറ്റുള്ളൂ. അപ്പൊ ജസ്റ്റ് PSC പ്രീവിയസുമായിട്ട് വെച്ച് കളിക്കുകയാണെങ്കിൽ ഒന്ന് ഓർത്ത് വെച്ചോ, പെൻസീവ്ലി എന്ന് പറഞ്ഞാൽ ചിന്താകുലമായി. എന്താണ് അർത്ഥം? ചിന്താകുലമായി, ചിന്താകുലമായി എന്നാണ്. ഈ ചിന്താകുലമായി എന്ന് വരുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ചോദ്യമാണ്. വളരെ സ്റ്റാൻഡേർഡ് രൂപത്തിൽ ഡിഗ്രി ലെവൽ പരീക്ഷകൾക്കൊക്കെ കൊടുക്കാൻ പാകത്തിലുള്ള ഒരു ചോദ്യമാണിത്. മീനിങ് എന്താണ്? പെൻസീവ്ലിന്റെ മീനിങ് ചിന്താകുലമായി എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട സിനോണിമായ പദങ്ങൾ ഏതൊക്കെ എന്നാണ് ചോദ്യം. സ്പെക്കുലേറ്റീവ് ചിന്താകുലമായി എന്നുള്ള മീനിങ് ആണ്. അതേപോലെ റുമിനേറ്റീവ് ചിന്താകുലമായി എന്നുള്ള മീനിങ് ആണ്. അതേപോലെ തോട്ട്ഫുൾ ചിന്താകുലമായി എന്ന മീനിങ് ആണ്. ഓപ്ഷൻ 3 ആയ തോട്ട്ലെസ് എന്നുള്ളത് ചിന്താകുലമായി എന്നുള്ള മീനിങ് അല്ല. അത് ലെസ് എന്ന് പറഞ്ഞ ചിന്തയേ ഇല്ല. അപ്പോ 1 ശരിയാണ്, 2 ശരിയാണ്, 4 ശരിയാണ്. മനസ്സിലായ? അപ്പോ പെൻസീവ്ലിന്റെ അതേ സിനോണിംസ് ഏതൊക്കെയാണ്? സ്പെക്കുലേറ്റീവ്, മറന്നു പോകണ്ട, ചിന്താകുലമായി. ഇനി ചിലപ്പോ PSC തോട്ട്ഫുൾന് എന്താണ്? തോട്ട്ഫുളിന്റെ സിനോണിം എന്താ എന്ന് ചോദിക്കും. തോട്ട്ഫുളിന്റെ സിനോണിം ചോദിച്ചാൽ സ്പെക്കുലേറ്റീവ്, പെൻസീവ്ലി, അതേപോലെ തന്നെ റുമിനേറ്റീവ്. ഇനി PSC റുമിനേറ്റീവിന്റെ എന്താന്ന് ചോദിച്ചാൽ പെൻസീവ്ലി, സ്പെക്കുലേറ്റീവ്, തോട്ട്ഫുള്, അങ്ങനെയൊക്കെ ചോദ്യം. അപ്പൊ ഇത് 3 നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. PSC പ്രീവിയസുമായിട്ട് കളിക്കുകയാണെങ്കിൽ ഈ ചോദ്യങ്ങൾ ഇടാൻ ചാൻസ് ഉണ്ട്. ഒന്ന് ശ്രദ്ധിക്കണം എന്റെ മക്കളെ. അപ്പൊ എന്നെ കേൾക്കുന്നവരെ, നമ്മുടെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരം. ഇതാണ് 10ാമത്തെ ചോദ്യവുമായി ബന്ധപ്പെട്ട ചോദ്യം. അപ്പൊ ഏകദേശം ഈ ഒരു പരീക്ഷയ്ക്ക് ഇതിന്റെ സ്റ്റാൻഡേർഡ് വെച്ച് ഒരു പരീക്ഷയ്ക്ക് ഒരു ആവറേജ് സ്റ്റുഡന്റിന് 7 മാർക്ക് വരെ വാങ്ങാം. നന്നായി പഠിച്ചൊരു കുട്ടിക്ക് 10ൽ 10ഉം വാങ്ങാം എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോ നമ്മുടെ അടുത്ത LDC ഇനി നടക്കാനുള്ള ജില്ലയിലെ അടുത്ത LDCക്ക് എന്റെ കേരളത്തിലെ ഉദ്യോഗാർത്ഥികളോട് എനിക്ക് പറയാനുള്ളത് 10ൽ 10 വാങ്ങിയിട്ടേ വരാൻ പാടുള്ളൂ. 10ൽ 10 വാങ്ങിയിട്ടേ വരാൻ പാടുള്ളൂ. അത് ഓരോരുത്തരും എനിക്കത് വേണം, ഇംഗ്ലീഷ് ഞാൻ ഫുൾ അടിച്ചിട്ട് നല്ലൊരു റാങ്ക് കരസ്ഥമാക്കിയിട്ട് കേരളത്തിലെ ഞാൻ കൊടുത്ത ജില്ലയിലെ ഏതെങ്കിലും ഒരു സർക്കാർ ഓഫീസിൽ ഞാൻ ആ കറങ്ങുന്ന കസേരയിൽ ഉണ്ടാകും. ആ സർക്കാർ ഓഫീസിലെ കസേരയിൽ ഞാൻ ആ ടാഗ്, ഗവൺമെന്റ് കൊടുക്കുന്ന ആ ബ്ലൂ ടാഗ് ഇട്ടിട്ട് ഞാൻ ഉണ്ടാകും എന്നുള്ളൊരു ചിന്തയോടുകൂടി ഇനിയുള്ള ദിവസങ്ങൾ എന്ത് ചെയ്യാം, ഒന്ന് കഷ്ടപ്പെട്ട് ഒന്ന് മെനക്കെട്ട് വേണമെന്ന് വെച്ചിട്ട് ഇരുന്ന് പഠിക്ക്, നിങ്ങളെ കയ്യിലെത്തും. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഒരു 10 ചോദ്യത്തിന്റെ കുറച്ച് കണക്റ്റഡ് ഫാക്ട് ഞാൻ എഴുതി തന്നിട്ടുണ്ട്, പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.